ഇന്ന് ഡിസംബർ 31, 2024 വർഷത്തിലെ അവസാനത്തെ രാത്രിയാണ് ഇന്ന്. 2024 ആണ്ടിന്റെ അവസാനത്തെ രാത്രി എത്തുമ്പോ എന്തിനും ഏതിനും പാശ്ചാത്യരെ പിന്തുടരുന്ന ആധുനിക സമൂഹം അവരുടെ ദുഷിച്ച ആചാരങ്ങളെയും ആരാധനകളെയും വാരിപ്പുണരുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് പാശ്ചാത്യന്റെ പേക്കൂത്തുകളെയും സംസ്കാരങ്ങളെയും ആവാഹിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ? അത്തരം ഒരു സാംസ്കാരിക അപചയമാണ് യഥാർത്ഥത്തിൽ പുതുവത്സരം ആഘോഷത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം അവസാനിക്കുകയും അടുത്ത വർഷം ആരംഭിക്കുകയും ചെയ്യുന്ന പാതിരാത്രിയിൽ കുടിച്ചും മതിച്ചും കൂത്താടിയും സംഗീതവും ലഹരിയുമൊക്കെയായിട്ട് കടുത്ത ഹറാമുകൾ ചെയ്തു കൂട്ടുന്ന അശ്ലീലം നിറഞ്ഞ ആഘോഷമാണ് യഥാർത്ഥത്തിൽ ന്യൂ ഇയറിന്റെ പേരിൽ, പുതുവത്സരത്തിന്റെ പേരിൽ, പുതുവത്സര ആഘോഷം എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ തന്നെ എറണാകുളം, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ സിറ്റികളെ കേന്ദ്രീകരിച്ച് പബ്ബുകളിലും DJ പാർട്ടികളിലും മതിച്ചും കൂത്താടിയും ലഹരിയിലും പെണ്ണിലുമായിട്ട് ഒരു രാത്രി മുഴുവനും കഴിഞ്ഞുകൂടുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്നത്തെ ഈ രാത്രിയിൽ, ഇന്നത്തെ ദിവസത്തിൽ ഇങ്ങനെ കുടിച്ചും കൂത്താടിയും ലഹരിയിലും മദ്യത്തിലുമൊക്കെ കഴിഞ്ഞുകൂടുന്ന ഒരു പറ്റം ആളുകൾ സമുദായത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് നൂറെ മദീനയുടെ കുടുംബാംഗങ്ങൾക്ക്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ 2024 2023 ഡിസംബർ 31 രാത്രിയിൽ നാമൊക്കെ 11 കാര്യങ്ങൾ നിയത്തായിട്ട് തീരുമാനിച്ചിരുന്നു. അന്നത്തെ രാത്രിയിൽ കള്ളിലും ലഹരിയിലുമായിട്ട് ഒരു പറ്റം ജനത കടന്നു പോകുമ്പോ നമ്മള് നൂറെ മദീനയിലെ കുടുംബങ്ങള് 11 കാര്യങ്ങൾ നല്ലതിന് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഈ വർഷം മുഴുവൻ വിജയത്തിലാകാൻ വേണ്ടിയിട്ട് 11 കാര്യങ്ങൾ നാം കഴിഞ്ഞ വർഷം ഇതേപോലെ ഡിസംബർ 31 തീരുമാനത്തിലെത്തിയിരുന്നു. നിങ്ങൾ അതൊക്കെ കണ്ടവരാണ്. അതിന്റെ താഴെ, ആ വീഡിയോസിന് താഴെ നിങ്ങൾ കൃത്യമായി എഴുതി അറിയിച്ചതാണ്. ഉസ്താദ് പറഞ്ഞതുപോലെ ഇന്നത്തെ രാത്രിയിൽ ഈ 2024 വർഷം പിറക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഉസ്താദിന്റെ കൂടെ ഈ 11 തീരുമാനങ്ങൾ എടുക്കുകയാണ് എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തവരാണ് നിങ്ങൾ. ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ്. അതേപോലെ നമുക്ക് ഇന്നത്തെ രാത്രിയിൽ, ഇന്നത്തെ ദിവസത്തിൽ ഇൻഷാ അല്ലാഹ് ഈ 2024 ആണ്ട് വിട പറയുമ്പോ 2025 വർഷം പിറക്കാനിരിക്കുമ്പോ ഇൻഷാ അല്ലാഹ് നമുക്കും റബ്ബിന്റെ മുമ്പില് 11 തീരുമാനങ്ങൾ തീരുമാനിക്കാം. ഈ 11 തീരുമാനങ്ങൾ എന്തിനാണെന്നറിയണോ? ഈ വർഷം നമുക്കൊരാഫത്തും സംഭവിക്കരുത്. ഒരു പറ്റം ജനത ഓരോ സിറ്റികളും ഗ്രാമങ്ങളും കേന്ദ്രീകരിച്ച് ക്ലബ്ബുകളിലും നിശാ പാർട്ടികളിലും പബ്ബുകളിലും ലഹരിയിലും മദ്യത്തിലും അഴിഞ്ഞാടി ജീവിക്കുമ്പോ നമുക്ക് നമ്മുടെ റബ്ബിനെ ഓർത്തിട്ട് ഈ വർഷം ഒരു അപകടവും സംഭവിക്കാതിരിക്കാൻ, ഒരാഫത്തും വരാതിരിക്കാൻ 2025 ജനുവരി പിറന്ന അന്ന് മുതൽ അടുത്ത ഡിസംബർ 31 വരെയുള്ള സമയങ്ങളിൽ എങ്ങനെ നമുക്ക് അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് കൃത്യമായി നമ്മൾ 11 തീരുമാനങ്ങളിലൂടെ നാം അല്ലാഹുവിന്റെ മുമ്പിൽ നാം തീരുമാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഈ 11 കാര്യങ്ങളും പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഈ വർഷത്തെ വരവേൽക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്ത്, നല്ല കാര്യങ്ങൾ തീരുമാനിച്ച് നമുക്ക് റബ്ബിലേക്ക് അടുക്കാം എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ 11 കാര്യങ്ങളാണ് ഇവിടെ തീരുമാനിക്കുന്നത്. ഈ 11 കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും അനുസരിച്ച് ഈ വർഷം ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ, ഈ വർഷത്തിനിടയ്ക്ക് മരണപ്പെടുകയാണെങ്കിൽ സ്വർഗം ഉറപ്പിക്കാൻ സാധിക്കുന്ന 11 തീരുമാനങ്ങളാണ്. നിങ്ങളൊക്കെ തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതിനെ താഴെ എഴുതി അറിയിക്കണം. കഴിഞ്ഞ വർഷം എഴുതി അറിയിച്ചവരുണ്ട്, അതേപോലെ ഈ വർഷവും എഴുതി അറിയിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ 11 കാര്യങ്ങളും തീരുമാനിച്ചു. ഇത് ഖൈറിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ഈ വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ചില ആളുകളുടെ മനസ്സിലെങ്കിലും വന്നേക്കാം, ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഇസ്ലാമിക ജീവിതം നയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ
ഇയർ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ഒരു ജനുവരി വരുന്നതിന് ഒരു പ്രത്യേകതയുമില്ല. അത് കൃത്യമായി അറിയാം. ഒരു പ്രത്യേകതയും അതിനില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇസ്ലാമിക കലണ്ടർ പ്രകാരമാണ്. എല്ലാ കാര്യങ്ങളും അല്ലേ. ഒരു നാട്ടിലും നോമ്പ് നിർബന്ധമാകുന്നത് അത് ഇന്ന ജനുവരി 12-നാണ്, മെയ് 2-നാണ്, മെയ് 3-നാണ് നോമ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി, മാസപ്പിറവി ദൃശ്യമായതിന്റെ പേരിൽ അഥവാ നമ്മുടെ അറബിക് കലണ്ടർ പ്രകാരം റമളാൻ 1 എന്നാണെന്ന് അതിന്റെ തൊട്ടു മുമ്പ് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അത് മാസപ്പിറവി ദൃശ്യമായതിന്റെ പേരിലാണ്. മാസപ്പിറവി ദൃശ്യമായതിന്റെ പേരിൽ കണക്കാക്കപ്പെടുന്ന മാസങ്ങളാണ് അറബി മാസങ്ങളല്ലേ. അപ്പൊ നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക കലണ്ടർ മുഹറം മുതൽ ദുൽഹിജ്ജ വരെയുള്ള കലണ്ടറിനാണ് പ്രാധാന്യം. അവർക്ക് ഈ ജനുവരി മുതൽ തുടങ്ങുന്ന ഡിസംബർ വരെയുള്ള കലണ്ടർ ഇസ്ലാമിക ജീവിതം നയിക്കുന്നവർക്ക് ഒരു പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഭൗതിക കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ, ഭൗതിക വ്യവഹാരങ്ങള്, നമ്മുടെ സ്കൂളുകൾ തുറക്കുന്നത്, നമ്മുടെ സ്കൂളുകൾക്കുള്ള അവധി, നമ്മുടെ മറ്റുള്ള വിഷയങ്ങളിലുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ പരിഗണിക്കുന്നത് ഇംഗ്ലീഷ് കലണ്ടർ ആയതുകൊണ്ട് അതിലൊരു കലണ്ടർ മാറിയിട്ട് പുതിയ കലണ്ടർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഒരു സ്വാധീനം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ വേണ്ടി നമ്മൾ തയ്യാറാകുന്നത്. ഈ ദിവസം ഇല്ലല്ലോ, ഏത് ദിവസവും നമുക്ക് നന്നാവാലോ. ഇപ്പൊ ഒരാൾ ജനുവരി 1 മുതൽ നന്നാവാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ല. അത് ഇംഗ്ലീഷ് കലണ്ടർ അല്ലേ, മുഹറം 1-ന് നന്നായാൽ മതി എന്ന് പറയണ്ടല്ലോ. ഏത് നിമിഷവും നമുക്ക് നന്നായിക്കൂടെ? അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. നമ്മളൊക്കെ കൃത്യമായി ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ ഇരിക്കേണ്ട സമയകാലാവധി, അതിന്റെ മാസവും ഇതൊക്കെ കണക്കാക്കുന്നത്, ഇങ്ങനെ ഏതേത് വിഷയങ്ങൾ കണക്കാക്കുന്നതും അത് ഇസ്ലാമിക കലണ്ടർ പ്രകാരമാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ് പോരുന്നതും മനസ്സിലാക്കി പോരുന്നതും. നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ മക്കൾ ജനിക്കുമ്പോൾ കേവലം ആധാർ കാർഡിലും ലൈസൻസിലും SSLC +2 ഡിഗ്രി സർട്ടിഫിക്കറ്റിലൊക്കെ അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് ഡേറ്റ് അനുസരിച്ചാണ്. പക്ഷേ അവിടെ അങ്ങനെയാണ് ഡേറ്റ് എങ്കിലും നമ്മുടെയും നമ്മുടെ മക്കളുടെയൊക്കെ ജനന തീയതി അറബി മാസം ഏതാണെന്ന് കൃത്യമായി നമുക്ക് കണ്ടെത്താൻ കഴിയണം. അതിനനുസരിച്ചാണ് നമ്മുടെ മരണപ്പെട്ടു പോയവരുടെ ആണ്ട് നടക്കേണ്ടത്, അവരുടെ 40 കണക്കാക്കേണ്ടത്, അവരുടെ വർഷം നമ്മൾ അവരുടെ പേരിൽ പ്രത്യേകം ദുആ മജ്‌ലിസ് സംഘടിപ്പിക്കേണ്ടതൊക്കെ ആ കണക്ക് പ്രകാരമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തു തന്നെയായാലും പുതുവത്സരത്തിന്റെ പേരിൽ സർവ്വവിധ തിന്മകളും അശ്ലീലവും നിറഞ്ഞ ആഘോഷങ്ങൾ ഒരു പറ്റം ജനത മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ അതിന് പുതിയ തലമുറയിലെ കുട്ടികൾ ഉൾപ്പെടെ അതിന് തയ്യാറായി വരുമ്പോൾ നമുക്ക് നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ 11 തീരുമാനങ്ങൾ തീരുമാനിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ജീവിക്കാം. ഈ ദിവസം നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കണം. അവർ ഏതെങ്കിലും കുഗ്രാമങ്ങളിലോ ഏതെങ്കിലും സിറ്റികളിലോ എവിടെയാണെങ്കിലും അവിടെയൊക്കെ പോയിട്ട് ലഹരി നുണയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഡിസംബർ 31-ന്റെ പാതിരാത്രിയിൽ ആ 12 മണി കഴിയുന്ന സമയം, ആ 12 മണിയാകുന്ന സമയം കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അവരുടെ മുമ്പിലേക്ക് നീട്ടിവെച്ചിട്ടുള്ള മദ്യം നുണയാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു വർഷം ആരംഭിക്കേണ്ടത് അവർ അങ്ങനെയാണെന്ന് കരുതിയിരിക്കുകയാണ്. അവർ അവരുടെ പ്രിയപ്പെട്ടവരെന്ന് കരുതി തെറ്റിദ്ധരിച്ചിരിക്കുന്ന കാമുകിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഗിഫ്റ്റ് പരസ്പരം കൈമാറാൻ വേണ്ടിയിട്ട് അങ്ങനെ പല അശ്ലീലങ്ങളും നടക്കുന്ന ഈ സമയത്ത് നമുക്ക് നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ 11 തീരുമാനങ്ങൾ എടുക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്ക് ഈ 11 തീരുമാനങ്ങളിൽ എത്ര തീരുമാനങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? ഞാൻ ഈ 11 കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് നിങ്ങൾ എഴുതി അറിയിക്കണം. അള്ളാഹു ഇതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായി എൻ്റെ മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് നൂറെ മദീന വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ആദ്യത്തെ നിയ്യത്ത്, ആദ്യത്തെ തീരുമാനം, ഈ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആദ്യമായി എടുക്കേണ്ടത് ഒന്നാമത്തെ തീരുമാനം 5 വഖത്ത് ഫർള് നിസ്കാരം. അതൊരു കാരണവശാലും ഈ വർഷം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അത് ഖളാ ആകുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല എന്നുള്ള ശക്തമായൊരു തീരുമാനം ഈ പുതുവർഷ പുലരിയിൽ നമുക്കെടുക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നമ്മുടെ കുടുംബത്തിലെ വിവാഹം നടക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും
നമ്മുടെ പ്രിയപ്പെട്ട മകളുടെ വിവാഹത്തിന്റെ തിരക്കുകൾക്കിടയിലാണെങ്കിലും അതേതു സന്ദർഭത്തിലൂടെ കടന്നു പോകുകയാണെങ്കിലും ഒരു മുസല്ല റബ്ബിന്റെ മുമ്പിലേക്ക് വലിച്ചിട്ട് 5 വഖത്ത് നമ്മുടെ മേൽ നിർബന്ധമായ നിസ്കാരം നിലനിർത്താൻ, അത് കൃത്യമായി നിർവഹിക്കാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക. അത് നിലനിർത്താൻ എന്ത് ത്യാഗം ചെയ്തു നാം ശ്രമിക്കുക. ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വഴിയോരങ്ങളിൽ പള്ളികളുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പുരുഷന്മാർക്ക് നിസ്കരിക്കാൻ യഥേഷ്ടം പള്ളികളുണ്ട്. ഇന്ന് എല്ലാ പള്ളികളിലും ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാകും, യാത്രക്കാരായ സഹോദരിമാർക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞ്. നിങ്ങൾ നിസ്കരിക്കണം. നിസ്കാരം ഒരു കാരണവശാലും ഖളാ ആകുന്ന അവസരം ഉണ്ടാകരുത്. എനിക്കൊക്കെ എൻ്റെ ജീവിതത്തിൽ പറയാൻ സാധിക്കും, എൻ്റെ നിസ്കാരം ഖളാ ആയ സമയം ഓർമ്മയില്ല എന്നുള്ളത്. ആ രൂപത്തിൽ നമുക്കെല്ലാവർക്കും പറയാൻ സാധിക്കണം. നമുക്കൊക്കെ അങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഈ കൂട്ടത്തില്. നിസ്കാരം ഖളാ ആകാതെ അത് കൃത്യമായി നിർവഹിച്ചു പോകുന്നവര്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ പുതുവർഷ പുലരി നിങ്ങളെടുത്തില്ല ഈ തീരുമാനം. എൻ്റെ ജീവിതത്തിൽ ഈ വർഷം ഒരിക്കലും 5 വഖത്ത് ഫർള് നിസ്കാരത്തിൽ ഒരു വഖത്ത് പോലും ഖളാ ആയി പോകില്ല. ഖളാ ആയ സന്ദർഭം എനിക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തിനെ ക്രമപ്പെടുത്തും എന്നുള്ള തീരുമാനം നിങ്ങൾ എടുത്തോ. ഒന്നാമത്തെ തീരുമാനമായിട്ട് ഈ വർഷം ആരംഭത്തിൽ നാം എടുക്കേണ്ടതാണ്. രണ്ടാമത്തെ വളരെ ഗൗരവമുള്ള ഒരു തീരുമാനമാണ്. ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിസാരമായി തോന്നിയേക്കാം, പക്ഷെ നിസാരമല്ല, വളരെയധികം ഗൗരവമുള്ളതാണ്. ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത വിധത്തിൽ നാം എടുക്കേണ്ട ഒരു തീരുമാനം തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവർക്ക് ഗുണം ചെയ്തിരിക്കണം, അവർക്ക് നന്മകൾ ചെയ്തിരിക്കണം, അവരെ പരിഗണിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം തീർച്ചയായും അനുഭവിക്കും എന്നുള്ളത് തീർച്ചയാണ്, ഉറപ്പാണ്. കാരണം അത്രമേൽ ഗൗരവമാണ് മാതാപിതാക്കളുടെ വിഷയം. അവരെ വേദനിപ്പിക്കരുത്, അവരെ സങ്കടപ്പെടുത്തരുത്. അവർക്ക് ഗുണം ചെയ്താൽ മാത്രമാണ് ബറക്കത്തുണ്ടാകുക. നിങ്ങൾ അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ തുറന്നു നോക്കൂ. ആ വിശുദ്ധ ഖുർആനിൽ നിസ്കാരം നിലനിർത്താൻ പറയുന്ന സന്ദർഭം, ആ ആയത്തെടുത്തു നോക്കൂ. സക്കാത്ത് കൊടുക്കാൻ പറയുന്ന സന്ദർഭമുള്ള ആയത്തെടുത്തു നോക്കൂ. അതിന്റെ കൂടെ ചേർത്തി പറഞ്ഞൊരു വിഷയമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അതിനർത്ഥം എന്താണെന്നറിയണോ? നിസ്കാരം നിലനിർത്തി സക്കാത്ത് കൊടുത്തു, ജീവിതത്തിൽ ഇസ്ലാമിന്റെ വിഷയങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ചു പോരുന്നവരാണ് നിങ്ങളെങ്കിൽ അങ്ങനെ നിർവഹിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. അതിനോട് ചേർത്തി പറഞ്ഞ മാതാപിതാക്കളോട് ഗുണം ചെയ്യുക എന്നുള്ള കാര്യവും കൂടെ നിങ്ങൾ കൃത്യമായി നിർവഹിച്ചാലാണ് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിസ്കാരം നിലനിർത്തി ദീനീ ചിട്ടയിൽ ജീവിച്ചത് കൊണ്ട് കാര്യം മാത്രമായില്ല, നിങ്ങൾ മാതാപിതാക്കൾക്ക് കൂടെ ഗുണം ചെയ്യണം. അവരെ സങ്കടപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ അവരെ മനസ്സ് വ്രണപ്പെടുത്തുകയോ ചെയ്യുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിസ്കാരം നിലനിർത്തിയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതിലേക്കുള്ള സൂചനയാണ്. അങ്ങനെ അല്ലാഹു ചേർത്തി പറയാനുള്ള കാരണം. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിസ്കാരം നിലനിർത്തുവിൻ, സക്കാത്ത് കൊടുക്കുവിൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുവിൻ. ഇതിങ്ങനെ ഒരുമിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാതെ ഒരു നിലക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അവരെ ആരെങ്കിലും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ വിജയം സാധ്യമാകില്ല. അത് ഉറപ്പാണ്. അങ്ങനെ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു മഹാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ മഹാൻ പറയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ഗുണങ്ങളും അനുഗ്രഹങ്ങളും സമ്പാദ്യങ്ങളൊക്കെ നേടിയെടുത്തത് എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടതിന് ശേഷം ഒരു ദിവസവും ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഒഴിവാക്കിയിട്ടില്ല. അവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ അവരെ വേദനപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ബറക്കത്ത്, ഖൈറുകൾ, സന്തോഷങ്ങൾ, സാമ്പത്തികമൊക്കെ ലഭിച്ചത് എന്ന് ഒരു വലിയ മഹാൻ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർ നാം കാരണമായിട്ട് ഏതെങ്കിലും സന്ദർഭത്തിൽ അവരുടെ കണ്ണുനീർ പൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയാണ് അത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കുമെന്ന് ജീവിതത്തിൽ ഇന്ന് വരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഈ ദുനിയാവിൽ എന്ത് ശിക്ഷകൾ ചെയ്ത് എന്ത് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല യുഅജ്ജിലുഹാ യുഅഖിറുല്ലാഹു തആല ഇലാ മാഷാ അല്ലാഹു തആല. അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ അല്ലാഹു പരലോകത്തേക്ക് അല്ലാഹു മാറ്റിവെക്കും. ഒരുപക്ഷെ അതിന്റെ ശിക്ഷയൊക്കെ പരലോകത്ത് നിന്നാണ് കിട്ടുക. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിച്ചത് ബുദ്ധിമുട്ടാക്കിയത് ഒഴികെ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ദുനിയാവിൽ വെച്ച് തന്നെ നൽകും, ഖബ്ലൽ മമാത്ത്, മരണപ്പെടുന്നതിന്റെ മുമ്പ്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്നവരിൽ പലരും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ്. ജീവിതത്തിൽ നിങ്ങൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങളും ഈ പ്രതിസന്ധികളും ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ അവഗണിച്ചതിന്റെ പേരിൽ, അവരെ വേദനപ്പെടുത്തിയതിന്റെ പേരിൽ, അവരെ സങ്കടപ്പെടുത്തിയതിന്റെ പേരിലായേക്കാം. അതുകൊണ്ട് ആ വിഷയം വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ചില ആളുകൾ ചിന്തിക്കും, എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി, പേടിക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, ആ സമയത്ത് നിങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും അവരെ നേരിട്ട് പോയിട്ട് വിസിറ്റ് ചെയ്ത് ഖബർ സിയാറത്ത് ചെയ്ത് അവർക്ക് വേണ്ടി പ്രത്യേകം അല്ലാഹുവിനോട് ഫാത്തിഹ ഓതി ദുആ ചെയ്യുക. മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും ചുരുങ്ങിയത് ഒരു ഫാത്തിഹയെങ്കിലും അവരുടെ പേരിൽ ഓതുക. നേരിട്ട് അവർ ദഫ്ന് ചെയ്യപ്പെട്ട പള്ളിയുടെ പള്ളിക്കാട്ടിൽ പോയിട്ട് അവരുടെ സമീപത്തിരുന്ന് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പ്രത്യേകം സലാം പറഞ്ഞ് അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അതാണ് അതിനുള്ള പരിഹാരം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം പറഞ്ഞ ഈ രണ്ട് വിഷയവും വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത് നമ്മുടെ ഈ പുതുവർഷ പുലരിയിൽ മുഴുവൻ ജനങ്ങളും, ഭൂരിഭാഗം ജനങ്ങളും ലഹരിയിലും മദ്യത്തിലുമൊക്കെ കൂത്താടുന്ന സമയത്ത് സാധുക്കളായ നമുക്ക് അത്തരം ഹറാമുകളിലേക്ക് പ്രവേശിക്കാതെ രണ്ട് നിയ്യത്തുകൾ നമ്മൾ എടുത്തു അല്ലേ? മൂന്നാമത്തത് ജീവിതത്തിൽ ഒരിക്കലും തെറി പറയാതിരിക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഇത് മൂന്നാമതായി ഇതിനെ കൊണ്ടുവരാൻ കാരണമുണ്ട്. ഇന്ന് തെറി പറയുക എന്നുള്ളത് ഒരു തെറ്റായി കാണാത്ത കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ പരസ്പരം നമ്മുടെ മക്കളുടെ കൂട്ടുകാരെ വിളിക്കുന്നത് തെറി വാക്കുകൾ ഉപയോഗിച്ചാണ്. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള പച്ചത്തെറികൾ വിളിച്ചാണ് വിളിക്കുന്നത്. പക്ഷെ ആ വിളിക്കുന്ന സമയത്ത് അത് തെറിയാണ് എന്നുള്ള ഒരു ഗൗരവ ചിന്തയൊന്നുമില്ല. വളരെ ലാഘവത്തോടുകൂടെ മറ്റുള്ളവർ കേട്ടാൽ കുഴപ്പമില്ല എന്ന രൂപത്തിൽ വളരെ നിസ്സാരവൽക്കരിച്ച് തെറികൾ പറയുന്നു. അത് ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും ചില കൗൺസിലിങ്ങിനൊക്കെ പല ആളുകളും വരുമ്പോൾ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ഉമ്മയെ പറയുന്നത് കേട്ടിരുന്നു, ഉമ്മ അയൽവാസിയെ പറയുന്നത് കേട്ടിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. മാതാപിതാക്കൾക്ക് ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കണം. മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് വളരെ സ്പീഡായിട്ട് അത് പകരുമെന്നുള്ളതാണ്. ഒരു വിധം അത് നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരിൽ നിന്ന് അത് പകരുന്നുണ്ട്. അതോടുകൂടെ തന്നെ അതിനേക്കാളും വളരെ സ്പീഡ് മക്കളിലേക്ക് പകരുന്നത് അത് മാതാപിതാക്കളിൽ നിന്നാണ്. വളരെയധികം ശ്രദ്ധിക്കണം. എല്ലാ ആളുകളെയും കുറ്റം പറയല്ല, ചില ആളുകളെങ്കിലും അത്തരം തെറിപ്രയോഗങ്ങൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്. അത് പൂർണ്ണമായി ഒഴിവാക്കണം, അല്ലാത്ത സന്ദർഭങ്ങളിൽ ഒഴിവാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ നാക്ക് കൊണ്ട് തെറി പറയുന്നത് അത് ഒഴിവാക്കുക. അങ്ങനെ തെറി പറയുന്ന നാക്ക് കൊണ്ട് നമ്മൾ ദിക്റ് ചൊല്ലുമ്പോൾ അതിന് എത്രയാണ് സ്ഥാനമുള്ളതെന്ന് മനസ്സിലാക്കുക. കുട്ടികൾക്കിടയിലൊക്കെ ട്രെൻഡായി മാറിയിരിക്കുകയാണ് തെറി പറയുന്നത്. നല്ല മോട്ടിവേഷനും നല്ല ഉപദേശവും നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. മൂന്നാമത്തത് ഈ പുതുവർഷ പുലരിയിൽ നാം എടുക്കുന്ന തീരുമാനം, ഈ വർഷം എൻ്റെ നാക്കുകൊണ്ട് ഞാൻ ഒരാളെയും തെറി പറയില്ല, ഒരാളെയും അസഭ്യം പറയില്ല, ഒരാളെയും ഞാൻ എൻ്റെ നാക്കുകൊണ്ട് കേൾക്കാൻ പറ്റാത്ത അറക്കുന്ന കണ്ണും ചെവിയും പൊത്തിപ്പോകുന്ന രൂപത്തിലുള്ള അസഭ്യങ്ങൾ ഞാൻ പറയില്ല എന്ന് ഈ പുതുവർഷ പുലരിയിൽ നമുക്ക് തീരുമാനമെടുക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ തീരുമാനം, എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 11 തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. നാലാമത്തത്, മറ്റുള്ളവരുടെ കുറ്റം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പറയില്ല.
അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. മറ്റുള്ളവരോട് കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ ഗീബത്ത്, നമീമത്ത്, കളവ്, ഇതൊക്കെ അതിൽ പെടും. ഇതൊക്കെ വളരെ ഗൗരവമുള്ള കുറ്റമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിട്ടുള്ളത്. നമ്മൾ മദ്രസ പാഠപുസ്തകങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി അതിനെക്കുറിച്ചൊക്കെ പഠിച്ചതാണ്. നമുക്കൊക്കെ അറിയാം, ഒരാളുടെ ഗീബത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ നാളെ പച്ചയായി കൊണ്ടുവന്ന് ജീവിതകാലത്ത് നീ ഭക്ഷിച്ചതുപോലെ നീ ഇപ്പോഴും ഭക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഭക്ഷിപ്പിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഒരാളുടെയും ഗീബത്ത് പറയാതിരിക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഒരാളുടെയും ഗീബത്ത് പറയരുത്. ഇന്ന് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക്, ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമ്പോഴേക്ക് നമ്മളത് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതൊരു പക്ഷെ ന്യൂസിൽ വന്നതായിരിക്കാം. ഞാൻ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കണം, ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അതൊരു പക്ഷെ ന്യൂസിൽ വന്നതായിരിക്കാം. ആ ന്യൂസിൽ വന്നതൊരു വാർത്തയായി, ന്യൂസായി വന്നതുപോലെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഗീബത്തിന്റെ, നമീമത്തിന്റെ, കളവിന്റെ ഒക്കെ പരിധിയിൽ വന്നേക്കാം. എങ്ങനെ വന്നേക്കാം? അവർ കിട്ടിയ സമയത്ത് സത്യമാണെന്നറിയാതെ ചെയ്തൊരു വാർത്തയായിരിക്കാം. എന്തിനാണ് ഇത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? എന്തിനാണ് മറ്റുള്ളവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്? നമ്മൾ എന്തിനാ വെറുതെ ആ കുറ്റം പേറി നടക്കുന്നത്? അതുകൊണ്ട് ഈ വർഷം എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിരൽ തുമ്പുകളെ കൊണ്ട് ഒരു കളവോ ഒരു ഗീബത്തോ ഒന്നും പ്രചരിപ്പിക്കണ്ട, ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കണ്ട. നല്ല കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിപ്പോ ഈ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുത്താല് അതിന്റെ പ്രതിഫലം ലഭിക്കൂലേ? ആവശ്യമില്ലാത്തത് ഇതിനകത്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരാളെ എന്തെങ്കിലും ഒരു അവിഹിത ബന്ധത്തിലോ മറ്റൊക്കെ പിടിച്ചു എന്ന് സങ്കല്പിക്കുക, അത് ഉള്ളതാണെന്നോ സങ്കല്പിക്കുക. അള്ളാഹു അത്തരം സാഹചര്യങ്ങളെ തൊട്ട് നമുക്ക് വലിയ കാവലേൽക്കട്ടെ. അത് നമ്മൾ എന്തിനാ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്? അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്ന, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന. അയാൾക്കൊരു കുടുംബവും കാര്യങ്ങളും ഇല്ലേ? ഇത് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും അയാൾ അങ്ങനെ ചെയ്തിട്ടല്ലേന്ന്. ചെയ്തതിന് നിയമപരമായിട്ട് നേരിടുക, അതിന് കേസ് കൊടുക്കുക, കേസുമായി ബന്ധപ്പെട്ട് അത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതങ്ങനെ പോകട്ടെ, അതിനുള്ള ശിക്ഷകളൊക്കെ കിട്ടട്ടെ. എന്തിനാണ് നമ്മളൊരാളെ വഷളാക്കുന്നത്? എന്തിനാണ്? ഈ ദുനിയാവിൽ നമ്മളൊരാളെ വഷളാക്കി കഴിഞ്ഞാൽ, ദുനിയാവിൽ ഒരാളുടെ ന്യൂനത നാം മറച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂനത അള്ളാഹു നാളെ പരലോകത്ത് മറച്ചു വെക്കുന്നതാണ്. വേണ്ട നമുക്ക്, നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ഈ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തതിന്റെ പേരിൽ വളർന്നു വരുന്ന പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അവർക്ക് ഉണ്ടായേക്കാം, മക്കളുണ്ടായേക്കാം. അവർ സ്കൂളിൽ പോകുന്ന മക്കളാണ്. ആ മക്കളെ ഏത് രൂപത്തിലാണ് അവരുടെ കൂട്ടുകാർ കാണുക? സ്വന്തം പിതാവിനെ കുറിച്ച് ഇത്തരം വാർത്തകൾ ഉള്ളതില്ലാത്തത് മറ്റുള്ളവർ അറിയുന്നത് ആ മക്കൾക്ക് ആ പിതാവിനെ ഇഷ്ടപ്പെടുമോ? അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണം ആ വിഷയം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അഞ്ചാമത്തത് സത്യം മാത്രം. ഈ തീരുമാനം നിങ്ങൾ എടുത്തില്ലേ? അഞ്ചാമത്തെ തീരുമാനം സത്യം മാത്രം പറയുക, സത്യത്തിന് നിലകൊള്ളുക. സത്യത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ വിജയിച്ചവരാണ് എല്ലാ ആളുകളും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അൽ അമീൻ എന്ന പേരിൽ അറിയപ്പെടാൻ തന്നെ കാരണം അവിടുത്തെ സത്യസന്ധതയായിരുന്നല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യസന്ധത അത് ജീവിതത്തിൽ മുഖമുദ്രയായി കൊണ്ടുപോവുക. അത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ നമ്മോട് സംസാരിക്കുമ്പോൾ അത് ഓളാണോ പറഞ്ഞത്, അത് ഓനാണോ പറഞ്ഞത്, അങ്ങ് വിശ്വസിച്ചു പോകുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തണം. സത്യസന്ധത നിലനിർത്തുക, സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. അത് എന്തു പ്രതിസന്ധി വന്നാലും സത്യം മാത്രം പറയുക. മഹാനരായ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ കയ്യിലെ ഗോൾഡൻ സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നല്ലോ അല്ലേ? അങ്ങനെയല്ലേ ഷെയ്ഖ് ജീലാനി തങ്ങൾ അങ്ങനെ പോകുന്ന സമയത്ത് കൊള്ളസംഘം വന്നു. എല്ലാവരോടും ചോദിച്ചപ്പോ ഷെയ്ഖ് ജീലാനി തങ്ങളെ കളവ് പറയല്ല എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. മഹാനരായ ഷെയ്ഖ് ജീലാനി തങ്ങള് കൃത്യമായി സത്യസന്ധത കീപ്പ് ചെയ്തതുകൊണ്ട് ആ കൊള്ളസംഘം മുഴുവനും അവർ സൽവഴിയിലേക്ക് കടന്നു വരാൻ കാരണമായി. നിങ്ങൾ നോക്കൂ, സത്യസന്ധത ജീവിതത്തിൽ അത് പുലർത്തുക. ഒരാൾക്ക് വേണ്ടിയിട്ടും സത്യമല്ലാത്തതിനു വേണ്ടി നിലകൊള്ളരുത്. അതിന് ചെറിയ ആയുസ്സേ ഉണ്ടാവുള്ളൂ. ഒരു നാളിൽ അത് പുറത്തു വരുന്നുള്ളത് ഉറപ്പാണ്. സത്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുക. ആറാമത്തത്, ഈ 5 കാര്യങ്ങളും നിങ്ങൾ തീരുമാനിച്ചില്ലേ? ഈ പുതുവർഷ പുലരിയിൽ ലഹരിയിലും മദ്യത്തിലും കൂത്താടിയിട്ട് എറണാകുളത്തൊക്കെ കൊച്ചിയില് വളരെയധികം കൊച്ചി കാർണിവൽ എന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന വലിയ പ്രോഗ്രാമാണ്. നിങ്ങളൊക്കെ എറണാകുളത്തുള്ളവർക്കൊക്കെ അറിയാം.
അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായി മാറിയിരിക്കണം. ഒരു പരേഡ് ഗ്രൗണ്ടിൽ എത്ര ആളുകളാ ഒരുമിച്ച് കൂടുക. കഴിഞ്ഞ വർഷമൊക്കെ വലിയ അപകടങ്ങൾ അവിടെ സംഭവിച്ചു. ഈ വർഷം അതുമായി ബന്ധപ്പെട്ട് നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പാപ്പാനിയെ കത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്. പാപ്പാനി എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ചിലപ്പോൾ തിരിച്ചറിയൂല. ആ പുതുവർഷത്തിന്റെ അന്നത്തെ ആ രാത്രിയില് ഒരു വലിയ പാപ്പാനി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി വെച്ച് അത് കത്തിക്കുന്നൊരു സംഭവമാണ്. അന്നവിടെ നടക്കുന്ന എല്ലാ അശ്ലീലതകള്, തെമ്മാടിത്തരങ്ങള്, ഒരുപാട് സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഈ അടുക്ക് ഏതോ അത് ഔദ്യോഗികമായ ഒരു ന്യൂസ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പറയാത്തത്. അത്രയും അശ്ലീലതകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു പറ്റം ജനത അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ ഈ വർഷം പുലരുമ്പോൾ നല്ല നിയ്യത്ത് വെക്കല്ലേ. നിങ്ങൾ ഇൻഷാ അല്ലാഹ് എത്ര നിയ്യത്തുകൾ നിങ്ങൾക്ക് ഇതിൽ പൂർത്തീകരിക്കാൻ കഴിയും നോക്കുക. ആറാമത്തെ നമ്മൾ പറയുന്നത് എല്ലാ ദിവസവും 100 സ്വലാത്ത് ചൊല്ലുക, വെള്ളിയാഴ്ച ദിവസം 300 സ്വലാത്ത് ചൊല്ലുക. ഇതിങ്ങനെ പറയാനൊരു കണക്ക് കാരണമുണ്ട്. ഇങ്ങനെ പറയാനുള്ള കാരണം, വെള്ളിയാഴ്ച ദിവസം എല്ലാ ദിവസവും 100 സ്വലാത്ത് ചൊല്ലണം, വെള്ളിയാഴ്ച ദിവസം 300 സ്വലാത്ത് ചൊല്ലണം എന്ന് പറയാൻ കാരണം സ്വലാത്ത് വർദ്ധിപ്പിക്കണം വെള്ളിയാഴ്ച ദിവസം എന്നുണ്ട്. അപ്പൊ വർദ്ധിപ്പിക്കണം എന്ന് പറയുകയാണെങ്കിൽ എത്ര ചൊല്ലണം? അതിന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്, ചുരുങ്ങിയത് മിനിമം 300 ചൊല്ലിയാലാണ് വർദ്ധിപ്പിച്ചു എന്നുള്ളതിന്റെ പരിധിയിൽ പെടുക. അപ്പൊ വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ 300 സ്വലാത്ത് ചൊല്ലിയാൽ അവരെ കുറിച്ച് നമുക്ക് സ്വലാത്ത് വർദ്ധിപ്പിച്ചവൻ, സ്വലാത്ത് വർദ്ധിപ്പിച്ചവൾ എന്ന് പറയാൻ പറ്റുമെന്ന് ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങളില്ലേ. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ 100 സ്വലാത്ത്, ചുരുങ്ങിയത് വെള്ളിയാഴ്ച 300 സ്വലാത്ത്. എന്നാൽ ഇക്സാറു സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കിതാബുകളിൽ പറഞ്ഞ ആ പരിധിയിൽ നമുക്ക് പെടാൻ സാധിക്കും. സ്വലാത്ത് ചൊല്ലിയാലോ അത് ഖബറിൽ നമുക്ക് നൂറാണ്, അത് മഹ്ശറിൽ നമുക്ക് നൂറാണ്, അത് സിറാത്തുൽ മുസ്തഖീം വിട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് പ്രകാശമായി വരും. അതുകൊണ്ട് വലിയ നേട്ടമാണ്. വളരെ പ്രധാനമായിട്ട് തീരുമാനമെടുക്കേണ്ട ഒരു തീരുമാനം തന്നെയാണ്. എല്ലാ ദിവസവും 100 തവണ സ്വലാത്ത് ചൊല്ലുക, വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ആയിട്ട് 300 തവണയും സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെടുത്തില്ലേ തീരുമാനങ്ങളെ? 2024 ഡിസംബർ 31 അവസാനിച്ച് 2025 ജനുവരി 1 പിറക്കുന്നതിന്റെ മുമ്പ് റബ്ബിന്റെ മുമ്പിൽ നാം എടുക്കുന്ന 11 തീരുമാനങ്ങളിൽ 6 തീരുമാനങ്ങൾ ഇവിടെ അറിയിച്ചു. 7ാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്ത് തൗഹീദിന്റെ പദം, അത് ചുരുങ്ങിയത് ഒരു ദിവസം 100 തവണയെങ്കിലും ചൊല്ലുക. നമ്മൾ വളരെ പ്രധാനപ്പെട്ട മാത്രം പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നോക്കുക, അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ചുരുങ്ങിയത് 100 തവണയെങ്കിലും ചൊല്ലുക. എന്താ കാരണം എന്നറിയോ? ആരുടെയെങ്കിലും അവസാന പദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് അവസാനത്തെ പദം എന്ന് ഏതൊരു വ്യക്തിയുടേതാണോ ആവുന്നത്, അവർക്ക് പിന്നെ സ്വർഗ്ഗം ഉറപ്പാണ്. അത് പ്രവേശിക്കും എന്നല്ല ഹബീബായ തങ്ങൾ പറഞ്ഞത്. അത് ഉറപ്പുള്ള വിഷയങ്ങളാകുമ്പോ അത് എന്താ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാ പറയുന്നത്. മനസ്സിലായില്ലേ? പ്രവേശിച്ചു എന്നാ പറയുന്നത്. കണ്ടില്ലേ? പ്രവേശിച്ചു. ചിലപ്പോ പറയും, നമ്മളോട് ആരെങ്കിലും ചിലപ്പോ ചോദിക്കൂലേ, എടാ നീ നാളെ കല്യാണത്തിന് വരണേ, അപ്പൊ അങ്ങനെ ക്ഷണിക്കുന്ന ആൾക്കൊരു ഡൗട്ട്, വരൂലേ. അപ്പൊ കല്യാണം നാളെയാണ്, അപ്പൊ ഞാൻ നാളെ അവിടെ എത്തി എന്ന് പറയും ചിലപ്പോൾ. അതെന്താ? അത്രയും ഉറപ്പുണ്ടായതുകൊണ്ട്. അപ്പൊ ഉറപ്പുണ്ടാവുമ്പോ അങ്ങനെ നമ്മള് ഭൂതകാലം ഉപയോഗിച്ച്, മാളി ഉപയോഗിച്ച്, പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് പറയാം. അപ്പൊ ആ രൂപത്തിൽ നബിതങ്ങൾ പറയാണ് സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും. അപ്പോ അത് എളുപ്പമുള്ള കാര്യമാണല്ലോ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മതിയല്ലോ. അങ്ങനെ കഴിയൂല പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാന്. ജീവിതകാലത്ത് ആ വാക്കുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായാൽ മാത്രമേ കഴിയുള്ളൂ. ഒരാളിങ്ങനെ ഒന്നും പറയൂല, ദിക്റുകളൊന്നും ചൊല്ലൂല, അയാൾക്കൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിഞ്ഞോളന്നില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ തന്നെ മരണമാസന്നമായി കിടക്കുന്ന സ്വഹാബാക്കളിലേക്ക് ഹബീബായ തങ്ങള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലാൻ വേണ്ടി പറഞ്ഞയക്കും സ്വഹാബാക്കളെ. അങ്ങനെ പറഞ്ഞയക്കുന്ന സമയത്ത് ചൊല്ലാൻ വേണ്ടി പറയുമ്പോൾ ചിലപ്പോൾ ചില സ്വഹാബാക്കൾക്ക് ചൊല്ലാൻ തുടക്കത്തിൽ പ്രയാസം വരും.
അങ്ങനെ പ്രയാസം വരുമ്പോൾ പിന്നീട് അവർ ചൊല്ലും. അതിന് ചെറിയ ചെറിയ കാരണങ്ങൾ. അവർ വലിയ വലിയ സ്ഥാനത്തുള്ളവരാണ് സ്വഹാബാക്കള്. അപ്പൊ അവർക്ക് ചെറിയ ചെറിയ കാരണങ്ങൾ മതി അങ്ങനെ ചൊല്ലാതിരിക്കാൻ. അപ്പൊ അതിന്റെ കാരണങ്ങൾ ഹബീബായ തങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനൊരു സൊല്യൂഷൻ കൊടുത്തിട്ട് ചൊല്ലാൻ വേണ്ടി പറയുമ്പോൾ ചൊല്ലാൻ സാധിക്കും. അപ്പൊ സ്വഹാബാക്കൾ വരെ അത്തരം ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ആഖിറു സമാനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇബാദത്ത് കുറഞ്ഞ, അമലുകൾ കുറഞ്ഞ, തെറ്റുകളിലായി ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയോ? എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ചുരുങ്ങിയത് 100 തവണയെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്, നമ്മൾ ചുരുങ്ങിയ കണക്കാ പറയുന്നത് കേട്ടോ, 100 തവണയെങ്കിലും ചുരുങ്ങിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറ്റണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തീരുമാനമെടുത്തോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. 7 തീരുമാനങ്ങൾ നമ്മൾ എടുത്തു. 8ാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തു നിങ്ങൾ ഒഴിവാക്കിയാലും ഈ വർഷം നിങ്ങൾ ഇത് ഒഴിവാക്കരുതേ എന്ന് പറയാനുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്നവരാണ് പലരും, എങ്കിലും ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. 8ാമത്തെ തീരുമാനം തഹജ്ജുദ്, ളുഹ എന്നീ പറയുന്ന 2 നിസ്കാരങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. എന്താണ് പ്രിയമുള്ളവരെ തഹജ്ജുദിന്റെ പ്രത്യേകത? തഹജ്ജുദ് എന്ന് പറഞ്ഞാല് എല്ലാ മനുഷ്യരും നിദ്രയിലാകുന്ന സമയം, പക്ഷികളെല്ലാം കൂടണഞ്ഞ സമയം, നീയും നിന്റെ റബ്ബും മാത്രം അറിയുന്ന ഒരേ ഒരു സമയമാണത്, അല്ലേ? എല്ലാവരും നിശബ്ദമായ ഒരു സന്ദർഭം, പുറത്തുനിന്ന് അധികം ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. അർദ്ധരാത്രി കഴിഞ്ഞ സമയമാണ്, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. മരം കോച്ചുന്ന ഡിസംബർ ജനുവരി മാസങ്ങളിലെ മരം കോച്ചുന്ന തണുപ്പിലും നീ പുറത്തുപോയി 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ആ തണുത്ത് വിറക്കുന്ന രാത്രികളിൽ പോലും നീ വുളൂ എടുത്ത് ഒരു മുസല്ല ഖിബിലയിലേക്ക് വലിച്ചിട്ട് നിന്റെ റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് നീ പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ അത് പരിഹരിക്കപ്പെടും പ്രിയമുള്ളവരെ, അത് സ്വീകരിക്കപ്പെടും പ്രിയമുള്ളവരെ. അതുകൊണ്ട് തഹജ്ജുദിന് വലിയ പ്രാധാന്യമുണ്ട്, തഹജ്ജുദിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കി കളയാൻ പാടില്ലാത്ത നിസ്കാരമാണ്. അതുകൊണ്ട് തഹജ്ജുദ് അത് ഈ വർഷം നമ്മിൽ നിന്ന് പരമാവധി നിസ്കരിക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് എല്ലാവരും നിയ്യത്ത് വെക്കുക. അങ്ങനെ ശ്രമിക്കുന്നവരെ ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു ദിവസം ഒഴിവാക്കില്ല എന്നും കരുതുക. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് ളുഹാ നിസ്കാരം എന്ന് പറയുന്നത്. ളുഹാ നിസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ ജോയിന്റുകൾക്കും ഓരോ അവയവങ്ങളിലെ പ്രത്യേകമായ കിണപ്പുകൾക്കൊക്കെ സ്വതക്കം നൽകേണ്ടതായിട്ടുണ്ട്. അത് ഈ ളുഹാ നിസ്കാരത്തിലൂടെ അത് നിർവഹിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നല്ല ആഫിയത്തോടുകൂടെ നിലനിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് തഹജ്ജുദ്, ളുഹ എന്ന് പറയുന്ന ഈ 2 നിസ്കാരങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. 9ാമത്തത് ഒരു വിശാലമായ അർത്ഥത്തിലുള്ള, നിങ്ങളിപ്പോ 8 കാര്യങ്ങളും തീരുമാനിച്ചില്ലേ, 9ാമത്തത് ഒരു വിശാലമായ അർത്ഥത്തിലുള്ള ഒരു നിയ്യത്താണ്. അതൊരു വിശാലാർത്ഥത്തിലുള്ള നിയ്യത്താണെന്ന് പറഞ്ഞാല് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു കേൾക്കണേ. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊതിക്കുക. എന്തു നല്ല, അപ്പൊ അത് ഏതെങ്കിലും ഒരു കാര്യമല്ല, മൊത്തത്തിൽ പറയാം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊതിക്കുക. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു ഹദീസ് കേൾക്കണം, മാമിൻ മുസ്ലിമിൻ യമൂതു ഫീ യൗമിൽ ജുമുഅത്തി ഔ ലൈലത്തുൽ ജുമുഅ ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബർ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ്, വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടാൽ അവർക്ക് ഖബറിന്റെ ശിക്ഷയുണ്ടാകൂല. ഖബറിന്റെ ശിക്ഷ എത്ര വലിയ ഭയാനകമായ ശിക്ഷയാണ്. ആ ഖബറിന്റെ ശിക്ഷ ഉണ്ടാകൂല എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ അറിവ് ആദ്യമായിട്ട് കേൾക്കണം. അങ്ങനെ ഈ അറിവ് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളില് ആ കാര്യത്തിന് വേണ്ടി കൊതിക്കുക. ഇതൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. ആ കാര്യത്തിന് വേണ്ടി കൊതിക്കുക, അങ്ങനെ ആവണം, എനിക്കങ്ങനെ ആവണം, എന്റെ റൂഹിനെ ആ സമയത്ത് പിടിക്കണം, വെള്ളിയാഴ്ച രാവിലെ പകലിലാകും, ഇങ്ങനെ കൊതിക്കുക എന്നുള്ളത് അതൊരു മുഅ്മിനിന്റെ അടയാളമാണ്. ഇതൊരു വിശാലാർത്ഥത്തിലുള്ളൊരു നിയ്യത്താണ്. അത് വളരെയധികം ശ്രദ്ധിച്ച് കൊണ്ടുപോകുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ നമ്മൾ എത്ര നിയ്യത്തുകൾ വെച്ച്? 9 നിയ്യത്തുകൾ. ഇനി 2 നിയ്യത്തുകളാണ് വെക്കാനുള്ളത്. നമ്മൾ ഇവിടെ പറഞ്ഞതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പറഞ്ഞത്, വളരെ പ്രധാനപ്പെട്ടത്. ഈ 11 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു വിധം നമ്മൾ ഈ രൂപത്തിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മുടെ ആഖിബത്ത് നന്നായി കിട്ടാൻ കാരണമാകും. അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കുക. 10ാമത്തത്, ഇടതു കൈ അറിയാതെ വലതു കൈ കൊണ്ട് സഹായം ചെയ്യുക. ആരെയും ബോധിപ്പിക്കാനോ ആരെയും പറയാനോ ഒന്നുമല്ല. ഇപ്പൊ നമ്മുടെ മജ്‌ലിസിലേക്ക് എത്ര ആളുകളാണെന്നറിയാം സഹായങ്ങൾ നൽകുന്നത്. വലിയ സഹായങ്ങൾ നൽകുന്നവരുണ്ട്,
കഴിയുന്നവർ ചെറുത് നൽകുന്നവരുണ്ട്. പലതും നൽകുന്ന സമയത്ത് എന്നോട് അത് പറയരുത് എന്ന് പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ പേര് പറയാതെ പറയാറുണ്ട്. അവർ പറയരുതെന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കതിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ടതില്ല. അവർക്കതിങ്ങനെ നൽകി എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ ഒരു യത്തീമുണ്ട്, ആ യത്തീമിനെ ഇങ്ങനെ സഹായിക്കണം എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് നൽകുന്നു. ദർസിലെ മുത്തഅല്ലിമീങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടാകുമ്പോൾ അതിന് വളരെ പെട്ടെന്ന് നൽകുന്നു, അല്ലേ? നമ്മൾ എന്തെങ്കിലും വിവാഹത്തിന്റെ രോഗത്തിന്റെ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നൽകുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നൽകുന്നതാണ്. അത് പറയരുതെന്ന് പോലും അവർ പറയാറുണ്ട്. അപ്പൊ അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ശുദ്ധി എത്രത്തോളാണ് ഉള്ളത്. അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ. നമ്മൾ അവരൊക്കെ പ്രത്യേകം ദുആയിൽ എല്ലാത്തവരും എല്ലാവരും ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ ഇടത് കൈ കൊണ്ട് അറിയാതെ വലത് കൈ കൊണ്ട് നമ്മൾ സ്വതക്ക ചെയ്യാന്ന് പറഞ്ഞാല് അള്ളാഹ് എന്ന ചിന്തയിൽ മാത്രം അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങ് കൊടുക്കുക തന്നെ. അത് ഉള്ളത് കൊടുക്കുക. ഒരാളെ കയ്യിൽ 500 രൂപയാണ്, 80, 50, 100 കൊടുത്താൽ മതി, ബാക്കിയുള്ളത് നീ എടുത്തോ. അത് സ്വതക്ക ചെയ്യുക. അങ്ങനെ സ്വതക്ക ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രതിഫലം ലഭിക്കും. എനിക്കറിയാം, ഞാനൊരു സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. ഫുൾ ടൈം ആയിട്ട് സ്കൂളിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ. അവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ എല്ലാ മാസവും അവസാന ഡേറ്റ് ആകുന്ന സമയത്ത് അവരിങ്ങനെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു മാസത്തിൽ ഒരിക്കൽ ഇവര് സാധാരണ പോകുന്ന സമയത്ത് പോലെ കുറച്ച് ലേറ്റ് ആയിട്ട് പോകും. അപ്പൊ അങ്ങനെ ഇരിക്കെ എനിക്കൊരു ദിവസം സ്കൂളിലെ ഓരോരുത്തർക്കും ഓരോ ഊഴം കിട്ടും, ഡ്യൂട്ടി കിട്ടും. അങ്ങനെ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് ഞാനാണ് അന്ന് ലാസ്റ്റ് പോകേണ്ടത്. സ്കൂൾ കഴിഞ്ഞ് ബാക്കിയുള്ള ടീച്ചേഴ്സും സാറുമാരൊക്കെ പോകും. അങ്ങനെ ലാസ്റ്റ് നമ്മളെ പോവുക. അപ്പോൾ ആ സമയത്ത് ഇവരിങ്ങനെ ഇങ്ങനെ പരിങ്ങി നിൽക്കുന്ന എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. അപ്പോഴാണ് മനസ്സിലാക്കിയത് അവരവർക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് 5000 രൂപ, അതെനിക്ക് കൃത്യമായിട്ട് അറിയാം, അവരത് കേൾക്കുന്നുണ്ടോന്ന് അറിയൂല, 5000 രൂപ അവര് അവിടെ തൊട്ടടുത്തുള്ള ഒരു കുടുംബത്തിന്, യതീമാണെന്ന് തോന്നുന്നു, ഒരു കുടുംബത്തിന് അവര് ആരും അറിയാതെ കൊടുക്കുന്നത്. അതൊരു വർഷങ്ങളായി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ. അപ്പൊ അങ്ങനെ അറിയാതെ ചെയ്യുന്ന ഒരുപാട് നന്മകളുണ്ട്. അതൊക്കെ നമുക്ക് ഒരു മുതൽക്കൂട്ടാവും നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ. അപ്പൊ അങ്ങനെ സ്വതക്ക ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ സ്വതക്ക ഒരിക്കലും ഒഴിവാക്കരുത്. അത് നന്നായി നമുക്ക് റബ്ബിന്റെ മുമ്പിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്വാലിഹായ അമല് ചെയ്തിട്ടുണ്ട്, അതിന്റെ ബർക്കത്തുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ എന്തെങ്കിലും ഒരു അമല് വേണം പ്രിയമുള്ളവരെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ 10 കാര്യങ്ങൾ പറഞ്ഞു. 11ാമത്തത് വളരെ ഗൗരവമുള്ളതാണ്. ഇതിലെ ലാസ്റ്റാണ്. ഇത് ലാസ്റ്റിലേക്ക് കൊണ്ടുവരാൻ കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നാൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആഖിറ നഷ്ടത്തിലാകും, നമ്മൾ വളരെ പ്രയാസത്തിലാകും. നമ്മൾ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നമ്മളിങ്ങനെ കൃത്യമായി ചെയ്തു, നമ്മൾ ഈ ചെയ്യുന്ന ഈ പ്രവർത്തിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ മക്കളിലും നമ്മുടെ ഉത്തരവാദിത്വമുള്ളവരിലും കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ്. ഉമ്മ ഒരു മാസം കൂടുമ്പോ ഖത്മ് പൂർത്തിയാക്കുന്നുണ്ട്. ഉപ്പ 5 വഖത്ത് ഫർദ് നിസ്കാരത്തിന് പുറത്ത് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ട്, സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. ഉപ്പ തഹജ്ജുദിന് പള്ളിയിലെത്തുന്നുണ്ട്. ഉപ്പയാണ് പള്ളിയിൽ അധിക സമയത്തും വാങ്ങിക്കൊടുക്കുന്നത്. എന്നാൽ ഉപ്പാക്കൊരു മോളുണ്ട്. ആ മോള് +1 പഠിക്കുന്നത്, 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവള് പുറത്തിറങ്ങി പോകുമ്പോ തലയിൽ മുഴുവനായിട്ട് തട്ടമിടുന്നില്ല. അവള് പുറത്തിറങ്ങി പോകുന്ന സമയത്ത് അവർ ആണുങ്ങൾ പുരുഷന്മാർ ധരിക്കുന്നത് പോലെ മോഡേൺ ആയിട്ട് ഷർട്ടും പാന്റും ധരിച്ചാ പോകുന്നത്. അവർ കുറച്ചൊക്കെ ശരീരത്തിന്റെ ഭാഗങ്ങളും അവയവങ്ങളൊക്കെ പുറത്ത് കാണിച്ച് അഴുറത്ത് പൂർണ്ണമായി മറക്കാത്ത രൂപത്തിലാണ് പോകുന്നത്. എന്നാൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചത് കൊണ്ടോ 5 വഖത്ത് ഫർദ് നിസ്കാരം കൃത്യമായി നിലനിർത്തിയത് കൊണ്ടോ മാത്രം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. നിങ്ങൾ നരകത്തിനെ തൊട്ട്, കത്തിയാളുന്ന നരകത്തിനെ തൊട്ട് സൂക്ഷിക്കേണ്ടത് നിങ്ങൾ സ്വശരീരത്തിനെയും നിങ്ങളുടെ സ്വശരീരങ്ങളെയും അതുപോലെ തന്നെ വ അഹ്ലീകും നിങ്ങളുടെ അഹ്ലുകാരെയും നിങ്ങൾ സൂക്ഷിക്കണം. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ്. ഉമ്മ എല്ലാ ദിവസവും പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. ഇശാ മഗ്രിബിനിടയിൽ സൂറത്തുൽ വാഖിഅയും സൂറത്ത് യാസീനും സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും എല്ലാം ഓതിയിട്ടാണ് കിടക്കാറുള്ളത്. പക്ഷെ മകളെ പോറ്റുന്ന വിഷയത്തില്, മക്കളെ വളർത്തുന്ന വിഷയത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. മകള് പുറത്തിറങ്ങുമ്പോ ഔറത്ത് മറച്ച് മുടി മറച്ച് കൃത്യമായി
ചിട്ടയിലാണോ പോകുന്നതിൽ നിന്ന് ശ്രദ്ധിക്കണം. 15 വയസ്സിന് മുകളിൽ പ്രായപൂർത്തിയായതിന് മുകളിൽ ഉള്ള മക്കളെ അവർ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ളുഹറും അസ്റും ഒരുപക്ഷെ അവിടെയുള്ള സന്ദർഭത്തിലായിരിക്കാം. ആ സ്കൂളിലിരിക്കുന്ന സമയത്ത് അവരുടെ നിസ്കാരം ഖളാ ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത്. അത് അവർക്ക് അത്രമേൽ ബോധമുണ്ടായിരിക്കില്ല. മാതാപിതാക്കളാകുന്ന നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. അപ്പൊ ആ സമയത്ത് അവരുടെ നിസ്കാരം ഖളാ ആകുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഉപ്പാവുമ്മ നിങ്ങളോട് നാളെ റബ്ബ് ചോദ്യം ചോദിക്കും. എന്തു മറുപടിയാണ് പറയാൻ സാധിക്കുക? അതിനുള്ള സംവിധാനങ്ങളാക്കി കൊടുക്കണം. ആ സ്കൂളിൽ അങ്ങനെ അവസരമില്ല. അവസരമുള്ള സ്കൂളിലേക്ക് കൊണ്ടുപോയി ചേർക്കണം. ഇനി എത്ര സ്കൂളുകളുണ്ട് ഇത്തരം സംവിധാനങ്ങൾ നിസ്കരിക്കാൻ അനുവദിക്കുന്ന, നിസ്കാരം നിലനിർത്താൻ കഴിയുന്ന പ്രായപൂർത്തിയായ മക്കളുടെ നിസ്കാരത്തിനെ കുറിച്ച് നമുക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് മാറി നടക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. നാളെ റബ്ബ് അതിനെ കുറിച്ച് ചോദ്യം ചോദിക്കും. അല്ലെങ്കിൽ അതിനടുത്തുള്ള ലഞ്ച് ബ്രേക്കിന്റെ സമയത്തോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അതിനടുത്തുള്ള ഏതെങ്കിലും ഒരു വീടോ മറ്റോ സംവിധാനം ഏർപ്പെടുത്തി കൊടുത്ത് നിസ്കാരം നിലനിർത്തുന്നുണ്ടോ എന്ന് കൃത്യമായി ശ്രദ്ധിക്കാൻ മാതാപിതാക്കളാകുന്ന നമുക്കുകൂടെ കഴിയുമ്പോഴാണ് നാമും രക്ഷപ്പെടുക. അല്ലെങ്കിൽ അവിടെ നമുക്ക് പരാജയം സംഭവിച്ചേക്കാം. നമ്മുടെ മക്കള് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കുമ്പോ ഷോർട്ട് ഡ്രസ്സ് എടുക്കുന്നുണ്ടോ? നമ്മള് വളരെ ചിട്ടയിൽ നിഖാബൊക്കെ ഇട്ട് കൈ മറച്ച് കാലിൽ വരെ ഷോക്സ് ഇട്ട് പുറത്തിറങ്ങുമ്പോൾ നടക്കുന്നു. നമ്മുടെ മകള് അതേപോലെ തീരെ മറക്കുന്നില്ല. ഉമ്മാക്ക് ഇത് കാണുമ്പോ ഒന്നും തോന്നുന്നില്ല, ഉപ്പാക്കും ഒന്നും തോന്നുന്നില്ല. അവള് വലിയ സോഷ്യൽ മീഡിയയില് വളരെയധികം സ്ഥാനമുള്ള ആളാണ്, ഇൻഫ്ലുവൻസറാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവില് ചിലപ്പോ എന്തെങ്കിലും ആളെ മുമ്പില് എന്തെങ്കിലുമൊക്കെ ആയി എന്നൊക്കെ വന്നേക്കാം. പക്ഷേ നാളെ റബ്ബിന്റെ കോടതിയിൽ കൃത്യമായി അതിന് മറുപടി പറയേണ്ടി വരും. നാളെ വിരല് കടിക്കേണ്ടി വരും. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെയധികം മക്കളുടെ വിഷയത്തിൽ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിച്ചേ മതിയാകൂ. നമ്മൾ 11 കാര്യങ്ങൾ പറഞ്ഞു. ഈ 11 കാര്യങ്ങളും ഈ വർഷത്തിൽ കൃത്യമായി പാലിച്ചാൽ, പ്രത്യേകിച്ച് 11ാമത്തെ കാര്യം, നമ്മുടെ മക്കൾക്കൊക്കെ അവിഹിത കോണ്ടാക്റ്റുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ സ്നേഹം കൃത്യമായി ചെല്ലുമ്പോൾ ഉമ്മാക്കത് ഇഷ്ടമല്ല എന്നങ്ങ് പറയുമ്പോൾ ഒഴിവാക്കാൻ കഴിയണം. നമ്മുടെ ഇടയ്ക്കിലൊക്കെ ചില കേസുകൾ വരാറുണ്ട്. അത്തരം കേസുകളിലൊക്കെ ഒരിക്കലും പിന്മാറില്ലെന്ന് കരുതിയ പലതും മാറിയ അനുഭവമുണ്ട്. അത് ചില കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയാലും പല ബന്ധങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഈ 11 കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിച്ച് ഈ വർഷം വളരെ റാഹത്തുള്ള വർഷമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അപകടങ്ങളിലും നമ്മെ പെടുത്താതിരിക്കട്ടെ, ഒരു ആഫത്ത് മുസീബത്തുകളിലും നമ്മെ പെടുത്താതിരിക്കട്ടെ. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുമായി ബന്ധപ്പെട്ടവരെ ഒരാളെയും അല്ലാഹു ഒരു അപകടങ്ങളിലും പെടുത്താതിരിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു നല്ല സൽവഴിയിൽ സഞ്ചരിക്കാനുള്ള വഴി തുറന്നു കൊടുക്കട്ടെ. അപകടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ അപകടങ്ങളാണ് സംഭവിക്കുന്നല്ലേ. നമുക്കറിയാം, പാലക്കാട് ജില്ലയിലെ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ഡിസംബർ മാസത്തിലാണ് 4 വിദ്യാർത്ഥിനികൾ റിദ, റിഷ, ആയിഷ, ഇർഫാന എന്ന് പറയുന്ന 4 മക്കൾ മരണപ്പെട്ടത്. നമ്മൾ ആ വാർത്ത എത്ര വേദനയോടെ കേട്ടതല്ലേ. അല്ലാഹു അവരുടെ കുടുംബത്തിന് വലിയ ക്ഷമ നൽകട്ടെ. അതേപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ MBBS പഠിക്കുന്ന 6 വിദ്യാർത്ഥികൾ ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടു പോയി. അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക കാവലുണ്ടാവാൻ വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്യണം. മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ചൊല്ലാനൊക്കെ കൊടുക്കാം. നിങ്ങൾ തന്നെ ചൊല്ലാൻ കൊടുക്കാം. മോളെ, മോനെ, നീ ഇത് ചൊല്ലി ഇറങ്ങണം. അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാവാൻ വേണ്ടിയിട്ട് അവർക്ക് ഇസ്ലാമിക ചിട്ടയിൽ വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങളൊക്കെ 11ാമത്തെ വിഷയത്തിനോട് ബന്ധപ്പെട്ട് കിടക്കണം. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മക്കളിലും ശ്രദ്ധിക്കാം. മകള് സുബഹി നിസ്കരിക്കാതെ, മകന് സുബഹി നിസ്കരിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ വിളിക്കണം, എണീപ്പിക്കണം, നിസ്കരിപ്പിക്കണം. ഹബീബായ തങ്ങളെ കൃത്യമായി തുറന്നു പറഞ്ഞ വിഷയമല്ലേ അത്. നിങ്ങളുടെ 7 വയസ്സായ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, 10 വയസ്സായ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരടിക്കണം. അപ്പൊ ശക്തമായിട്ട് നമ്മൾ പറയണം അവരോട്. പറഞ്ഞ് ആദ്യമൊക്കെ ചില വെറുപ്പും ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിൽ പറഞ്ഞതാണ്. പിന്നീട് അവരിങ്ങനെ ചിട്ടയിൽ ഇങ്ങനെ വന്നോളും. അങ്ങനെ നല്ല ചിട്ടയിൽ പഠിക്കാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയറുള്ള അന്തരീക്ഷമുള്ള സ്കൂളുകളിലും മദ്രസകളിലൊക്കെ ചേർത്തും വേണം. മതവിദ്യാഭ്യാസം ഒരിക്കലും അതിൽ നിന്ന് പിന്നോട്ടടിക്കാൻ പാടില്ല. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം അപകടങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു വലിയ കാവൽ നൽകട്ടെ. എങ്ങനായാലും അപകടങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും പലപ്പോഴും പലർക്കും നമ്മളൊക്കെ കരുതുന്നതിനേക്കാൾ അപ്പുറമാണ് കാര്യം. ഇന്ന് വരെ വോൾവോ XC90 എന്ന് പറയുന്ന ഒരു കാറുണ്ട്. വോൾവോ XC90
എന്താണ് ആ കാറിന്റെ പരസ്യത്തിൽ കൊടുത്തതെന്നറിയോ? ഈ കാറിൽ യാത്ര ചെയ്യുന്ന ഒരാളും ഇന്ന് വരെ മരണപ്പെട്ടിട്ടില്ല എന്നാണ് അതിന്റെ പരസ്യം. നിങ്ങൾക്ക് ഇപ്പോഴും ഗൂഗിളിലും ഇൻസ്റ്റയിലൊക്കെ സെർച്ച് ചെയ്താലേ കാണാം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് അത് അപകടത്തിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ 6 ആളുകൾ, വലിയ കോടീശ്വരന്മാരാണ്, 6 ആളുകൾ, ആ ഫാദറും മദറും മക്കളൊക്കെ ഉൾപ്പെടെ മരണപ്പെട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു കണ്ടെയ്നർ ലോറി അതിന്റെ മുകളിലേക്ക് അങ്ങ് പതിച്ചു. എന്നിട്ട് വാഹനം വെട്ടിപ്പൊളിച്ചിട്ടാണ് പൊളിച്ചാണ് അതിൽ നിന്ന് അവരെയൊക്കെ എടുത്തത്. അതിന്റെ തൊട്ട് മുമ്പ് അവര് വളരെ ആവേശത്തോടു കൂടി അത് വാങ്ങിക്കുന്ന കോടിക്കണക്കിന് വിലയുള്ള വാഹനമാണ്, അത്രയും സുരക്ഷിതത്വമുള്ള വാഹനമാണ്. ആ വാഹനത്തിൽ നിന്ന് അവരെ പൊളിച്ചെടുക്കുന്ന കണ്ടപ്പോൾ വല്ലാത്തൊരു വേദന തോന്നി. കാരണം അതിന്റെ പരസ്യം തന്നെ കമ്പനി പറയുന്നത് ഇന്ന് വരെ അതിൽ യാത്ര ചെയ്ത ഒരാൾ മരണപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ആ ഒരു വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അവരുടെ പരസ്യത്തിൽ തന്നെ ഒരു കണ്ടെയ്നർ ലോറി അതിന്റെ മുകളിലേക്ക് വീണിട്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള പരസ്യമാണ് അവരുടെ പരസ്യത്തിൽ തന്നെ ഉള്ളത്. എന്നിട്ട് അവർ മരണപ്പെട്ടതോ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട്. അള്ളാഹു നമുക്ക് വലിയ ഹൈഫ്ള് നൽകട്ടെ. അപ്പൊ ഈ 11 കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചോ? ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് ഈ കൃത്യമായി അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പരസ്പരം ദുആ ചെയ്യണം. നമ്മുടെ മക്കളൊക്കെ ഈ രാത്രിയിൽ ആ ഒരു ദായിമകളിലേക്ക് പോകുന്നതിനെ കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.